ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഫേസ് ഷേവിങ് ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ് ആണ്, ഷേവ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എങ്ങനെയുള്ളവരാണ് ഫേസ് ഷേവിങ് ഒഴിവാക്കേണ്ടത്, ചിലർക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കി ക്ലീൻ ചെയ്ത് വെക്കുക. സ്ട്രെയിറ്റ് ബ്ലേഡുള്ള ഫേഷ്യൽ റൈസർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സിക്സാക്ക് ആയിട്ടുള്ള ഇതുപോലുള്ള റേസർ കിട്ടും. അത് യൂസ് ചെയ്താൽ അറിയാത്തവർക്ക് പോലും ഫേസിൽ മുറിവോ പാടുകളോ ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. സോ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എംബ്രിയോലീസ് ലൈറ്റ് ക്രീം മോയ്സ്ചറൈസർ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആലോവേറ ജെല്ലി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതിയാവും. ഇത് ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇറിറ്റേഷൻസ്, അലർജി, നിക്കിങ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നെവർ യൂസ് എ ഡൾ റേസർ. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ കുറച്ചുകൂടി അധികം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാട്ടോ. ഒന്നോ രണ്ടോ വട്ടം മാത്രം റേസർ യൂസ് ചെയ്യുക. അതല്ല കൂടുതൽ വട്ടം യൂസ് ചെയ്യുന്ന റേസർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അധികം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒന്നോ രണ്ടോ വട്ടം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കാട്ടോ. ഫേസ് ഷേവ് ചെയ്യുന്നത് കൊണ്ട് കൊളാജൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാനും ഫേസ് അപ്പിയറൻസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ആൻഡ് ഗ്ലോ ആക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി ബേസിസിൽ ഷേവ് ചെയ്യാതിരിക്കുക. അത് കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആക്കത്തേ ഉള്ളൂ നമ്മുടെ സ്കിന്നെ. മന്ത്ലി 2-3 ടൈംസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫേസ് ഹെയർ വളരുന്നത്, എത്രത്തോളാണ് വളരുന്നത്, അത് നോക്കി കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാൻവാസ് കിട്ടാനും നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രൈഡ്സ് ആണെങ്കിലും ഫേസിൽ എപ്പോഴും മേക്കപ്പ് അത്യാവശ്യം യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഫേസ് ഷേവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് എഫക്റ്റ് നമുക്ക് എല്ലാ ഏരിയയിലും എത്താനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും അപ്ലൈ ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന്. പക്ഷേ അവരൊറ്റയടിക്ക് പറയുന്നത് എനിക്ക് പേടിയാണ്. ഒട്ടുമിക്ക എല്ലാവരും വിചാരിച്ചിരിക്കുന്നതും ഒട്ടുമിക്ക എല്ലാവരുടെയും പേടിയും മെൻസിനെ പോലെ നമ്മുടെ ഫേസിലെ ഹെയർ നന്നായിട്ട് വളർന്നിറങ്ങുമെന്നാണ്. ഒരിക്കലും അങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ അവർ പറയും എനിക്ക് ഓൾറെഡി യൂസ് ചെയ്തിട്ട് അങ്ങനെ വളർന്നിട്ടുണ്ട്. ഇൻ കേസ് അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ ജനറ്റിക് പരമായിട്ടോ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ, അതും അല്ലെങ്കിൽ മെൻസ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻ നിങ്ങളിൽ കൂടുതലായതുകൊണ്ടോ, അല്ലെങ്കിൽ പോളിസ്റ്റിക് ഓവറി സിൻഡ്രോം PCOS എന്ന് പറയും, അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫേഷ്യൽ ഹെയർസ് വളരുള്ളൂ. അല്ലാതെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. എല്ലാ ഏരിയയും കവർ ചെയ്ത് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. കൂട്ടത്തിൽ ഐബ്രോസും കൂടി ഷേപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഷേവ് ചെയ്യും തോറും റേസറിനകത്ത് നമ്മുടെ ഹെയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഫേസിലെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഒന്നുകിൽ നോർമൽ വാട്ടറിലോ കോൾഡ് വാട്ടറിലോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഇട്ട മോയ്സ്ചറൈസറോ അതല്ലെങ്കിൽ അലോവേറ ജെല്ലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാട്ടോ. നമ്മൾ ഈ കോൾഡ് വാട്ടർ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കൂടുതലായിരിക്കും. ഓപ്പൺ ആയിരിക്കുന്ന പോർസ് ഒക്കെ ഒന്ന് ക്ലോസ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏറ്റവും അവസാനം മോയ്സ്ചറൈസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ യൂസ് ചെയ്താലും നിങ്ങൾ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യരുത്, കാരണം അതിൽ കെമിക്കൽസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫേസ് നീറാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ച് പേർക്ക് അറിയേണ്ടത് ഈ ഷേവ് ചെയ്യുന്നത് എത്ര ഏജിലാണ്, ഇതിന് ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? അങ്ങനെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കംഫർട്ടും നമ്മുടെ പ്രിഫറൻസസും അനുസരിച്ച് അവർ ഫീൽ റെഡി ടു ഡു. സോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.